റിയോമുലു പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഖത്തറിലെ കൃഷി സ്ഥലത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഞങ്ങളുടെ വിളവെടുപ്പ് വഴുതനങ്ങയാണ്. നമുക്ക് ആ നീളമുള്ള വഴുതനങ്ങയും അതുകൂടാതെ ഉണ്ട വഴുതനങ്ങ, മുളക്, ക്യാബേജ്, കുക്കുംബർ, സ്വീറ്റ് മിലന്, അതുകൂടാതെ പയർ, വെള്ളരി, മത്തൻ ഇതെല്ലാം നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കായ്ച്ചു വരുമ്പോൾ അറിയാം ഏതാണെന്നുള്ളതൊക്കെ. അപ്പം ഞങ്ങളുടെ ആ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമായി ഇത് കഴിച്ചത് ഈ ഒരു വഴുതനവും പിന്നെ മുളകാണ്. ഇത് രണ്ടുമാണ് ആദ്യത്തെ ഞങ്ങൾക്ക് കഴിച്ചത്. അതുകൂടാതെ തക്കാളിയൊക്കെ ഉണ്ട്, അത് പൂത്തു ചെറിയ കായ്ച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഒക്കെ പുറകാലെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. മുളക് നല്ല ബജ്ജി മുളക് പോലുള്ള നീളം കൂടിയ മുളകാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതുകൂടെ നമ്മൾ കപ്പ ഒരു 6-7 മൂട് നാട്ടിൽ നിന്ന് കമ്പ് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഇപ്പം ഖത്തറിൽ നല്ല കൃഷിക്ക് അനുയോജ്യമായ സമയമാണ്. ഒരു 3 മാസം ഇപ്പം ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല കൃഷിക്കുള്ള സമയമാണ്. മുളകൊക്കെ നല്ല നീളമുള്ള മുളകുകളാണ്. നമ്മൾ ക്യാബേജ് നിൽക്കുന്ന ക്യാബേജാണ്. അതുകൂടാതെ ബോട്ടിൽ ഗാർഡ് എന്ന് പറയും, അത് മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. അതും ഒക്കെ നട്ടിട്ടുണ്ട്. എല്ലാം കിളിച്ച് വരുന്നേ ഉള്ളൂ. അതെല്ലാം നമ്മുടെ കപ്പയൊക്കെ കണ്ടില്ല, കപ്പയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അതുകൂടാതെ കുക്കുംബറൊക്കെ പൂത്തു പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അതുകൂടാതെ മല്ലി നട്ടിട്ടുണ്ട്. ഇതാണ് മല്ലിയില. പിന്നെ അതുകൂടാതെ വെണ്ട, ഏകദേശം നമ്മൾ എല്ലാം കുറേയൊക്കെ ഇപ്പം നട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മല്ലിച്ചപ്പാണ്, നല്ല ഫ്രഷ് മല്ലിച്ചപ്പ്. അല്ലേ നമ്മളെ വിളവെടുത്ത സാധനങ്ങളാണ്. ആദ്യത്തെ വിളവെടുപ്പിൽ നമുക്ക് ഇത്രയാണ് കിട്ടിയത്. അല്ലേ നമ്മുടെ കൃഷി ഇങ്ങനെ എല്ലാം പൂത്തിരിക്കുകയാണ്, ഇതൊന്നും ആയിട്ടില്ല. സ്വീറ്റ് മിലനുണ്ട്, കുക്കുംബറുണ്ട്, പയറുണ്ട്. ഇതൊക്കെ ഇനി പിന്നെ അതുകൂടാതെ ചീര നട്ടിട്ടുണ്ട്. ചീരയൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ തക്കാളി നമ്മൾ നട്ടേക്കാണ്. അതോടെ മുളക്,
ഇതാണ് നമ്മുടെ കൃഷിയിടം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം.